നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മാലിന്യമുക്ത നവകേരളം കൈവരിക്കണമെങ്കിൽ ഖരമാലിന്യ സംസ്കരണത്തിൽ മാത്രം പുരോഗതി ഉണ്ടായാൽ പോരാ, മറിച്ച് ദ്രവ്യമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിലും ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിലും പുരോഗതി വേണമെന്നും ജനങ്ങളെ അണിനിരത്തി ജനകീയ പങ്കാളിത്തത്തോടെ ലക്ഷ്യം കൈവരിക്കുമെന്നും മന്ത്രി എം പി രാജേഷ്. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ 3ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളെയാകെ അണിനിരത്തി ജനപങ്കാളിത്തത്തോടെ വൃത്തിയാക്കി പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഹരിത കേരള മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അത് നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ്. മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഖരമാലിന്യ സംസ്കരണത്തിൽ മാത്രം നമുക്ക് പുരോഗതി ഉണ്ടായാൽ പോരാ, ദ്രവമാലിന്യം സംസ്കരിക്കുന്നതിലും ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിലും കൂടി നമുക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയണം. പാലക്കാട് ജില്ലയിലെ തൃത്താല ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കണ്ണന്നൂർ തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിനിന്റെ 3ാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കമിട്ടത്. കേരളത്തെ മാതൃകപരമാംവിധം ശുചിത്വമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിൽ സംസ്ഥാനത്തെ മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കുന്ന പ്രവർത്തനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.പി. റജീന അധ്യക്ഷത വഹിച്ചു. MGNREGS മിഷൻ ഡയറക്ടർ നിസാമുദ്ദീൻ IAS, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി. സെയ്തലവി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തദ്ദേശ സാരഥികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്സവങ്ങളും ആഘോഷങ്ങളും നിറം കെട്ടുപോയാൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ ബാധിക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. തൃത്താല മേഖല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ദേവീക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങളും ആഘോഷങ്ങളും നാടിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെയും വിശ്വാസത്തിന്റെയും ഭാഗം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്സവാഘോഷങ്ങളിലെ ആന, വെടിക്കെട്ട്, എഴുന്നള്ളിപ്പ് എന്നിവ ഇല്ലാതാക്കുന്ന ഹൈക്കോടതി വിധി മൂലം ആഘോഷങ്ങൾ പലതും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇതിന് പരിഹാരം കാണാൻ നിയമനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് തൃത്താല മേഖലാ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ ആചാരങ്ങളുടെ ഭാഗമാണ്, അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഭൂരിപക്ഷവും അങ്ങനെയാണ്. എല്ലാ ഉത്സവങ്ങളും അങ്ങനെയാണ്. ഉത്സവങ്ങൾക്ക് 2-3 മുഖങ്ങളുണ്ട്. ഒന്ന് ആചാരപരമാണ്, മറ്റൊന്ന് ബഹുജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള, ബഹുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിലെ കുറേ ആളുകളുടെ ജീവിതം കൂടിയാണ് എന്ന കാര്യം ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഒരു കോടതിയിലും അത് വരുന്നില്ല. എത്ര ലക്ഷം ആളുകളാണ് ഒരു ഉത്സവ സീസണിൽ ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള ഉപജീവന മാർഗമായി ആ ഉത്സവത്തെ കാണുന്നത്? എത്ര ആളുകളുടെ ജീവിതമാണ് സത്യത്തിൽ ഉത്സവങ്ങൾ. ഉത്സവങ്ങളെല്ലാം നിറം മങ്ങിപ്പോയാൽ, ഉത്സവങ്ങളുടെ എല്ലാം മഹിമ കെട്ടുപോയാൽ അത് ഈ നാട്ടിൽ എത്രത്തോളം ആഴത്തിൽ ബാധിക്കും രാജ്യത്തിലെ സാധാരണ ജനങ്ങളെ? അതാരും കാണാതെ പോകുന്നൊരു കാര്യമല്ല. അല്ലെങ്കിൽ കോടതികളെല്ലാം കാണേണ്ട, പരിഗണിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. CK സുഷി അധ്യക്ഷനായി. വത്സൻ ചമ്പക്കര മുഖ്യപ്രഭാഷണം നടത്തി. തമ്പി കൊള്ളന്നൂർ, പ്രകാശൻ പുത്തൂർ, ഹരിദാസ് മച്ചിങ്ങൽ, സോമശേഖരൻ നായർ, PK രാമകൃഷ്ണൻ, മുകുന്ദൻ മാസ്റ്റർ, SMK തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രതീകാത്മക കേരളോത്സവം നടത്തി. ദേശമംഗലം പഞ്ചായത്തിൽ കേരളോത്സവം പാതിവഴിയിൽ നിർത്തിവെച്ച് യുവജനങ്ങളെ വഞ്ചിച്ച LDF ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ഫുട്ബോൾ, ഷട്ടിൽ, മറ്റ് കലാപരിപാടികളും നടത്തിയാണ് പ്രതിഷേധ പ്രതീകാത്മക കേരളോത്സവം നടത്തിയത്. പ്രതിഷേധ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K. പ്രൈമൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു മടത്തിലത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഇല്യാസ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി SY സിദ്ദിഖ്, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ തങ്ങൾ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഫൈസൽ,
നിഷാദ് തലശ്ശേരി, വാർഡ് മെമ്പർമാരായ സലാം മാഷ്, സന്ധ്യ ടീച്ചർ, നസീറ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത്, വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ തങ്ങൾ, പഞ്ചായത്ത് മെമ്പർമാരായ സലാം മാഷ്, സന്ധ്യ ടീച്ചർ, അതുപോലെ തന്നെ നസീറ സുധീർ, ബ്ലോക്ക് സെക്രട്ടറി സിദ്ദിഖ്, മനോജ് ഉൾപ്പെടെയുള്ള നിഷാദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ഇത് വളരെയധികം പ്രതിഷേധം നൽകുന്ന ഒരു തീരുമാനമാണ് ഈ പഞ്ചായത്ത് കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദേശമംഗലത്തെ അനവധി പഞ്ചായത്ത് ഭരണസമിതികൾ, പ്രസിഡന്റുമാർ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും വളരെ നല്ല രീതിയിൽ ഇതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട്. ഈ ഭരണസമിതി അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട രാജ്മോഹന് കൃത്രിമ കാൽ വെച്ചു നൽകി പട്ടാമ്പി റോട്ടറി ക്ലബ്ബ്. പട്ടാമ്പി പാലിയേറ്റീവ് കെയറിന്റെ സഹായത്തോടെയാണ് അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട 26 വയസ്സുള്ള രാജ്മോഹൻ എന്ന യുവാവിന് റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടു കൂടി കൃത്രിമക്കാൽ വെച്ച് നൽകിയത്. അഗളി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡോക്ടർ MS പത്മനാഭന്റെ ചികിത്സയിലായിരുന്നു രാജ്മോഹൻ. റോട്ടറി ക്ലബ് പ്രസിഡന്റ് വിനോജ് കാവുളുത്തിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലായിരുന്നു കൃത്രിമക്കാൽ വെച്ച് നൽകിയത്. ഇതോടൊപ്പം ഒരു വാൾക്കറും നൽകിയിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ അംഗങ്ങളായ മോഹൻദാസ്, KTS ഉണ്ണി, ദാസൻ പള്ളിപ്പുറം, UM കൃഷ്ണനുണ്ണി, റോട്ടറി ക്ലബ് ഭാരവാഹികളായ രവി മേനോൻ പാലൂർ, ഡോക്ടർ C ബാലസുബ്രഹ്മണ്യം, N മുരളീധരൻ, മാലിനി ബാലസുബ്രഹ്മണ്യം, അശോക് കുമാർ, മുരളീധരൻ വേളേരിമഠം തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പട്ടാമ്പി പാലിയേറ്റീവ് കെയറിന് കെട്ടിടം നിർമ്മിക്കാനാവശ്യമായ സ്ഥലം സൗജന്യമായി നൽകിയ UM കൃഷ്ണനുണ്ണി മാസ്റ്ററെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് കേരളോത്സവത്തിൽ കലാമത്സരങ്ങൾ അരങ്ങേറി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. പട്ടാമ്പി ബ്ലോക്ക് കലോത്സവത്തിന്റെ ഭാഗമായുള്ള കലാമത്സരങ്ങളാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയത്. രാവിലെ മുതൽ തന്നെ കലാമത്സരങ്ങൾ ആരംഭിച്ചു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വിജയിച്ചവരാണ് ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലേ കതിരു കാണാക്കിളി ഇന്നിൻ്റെ മനസ്സിൻ്റെ തീർത്ത വിഭൂഷകളോരോന്നും ഒന്നൊഴിയാതവൾ ചാർത്തി കാഞ്ചന കാഞ്ചി കുലുക്കി കൺമണി കരളിന്റെ തേരേറിയോടെ. വിവിധ ഇനങ്ങളിലായാണ് കലാമത്സരങ്ങൾ നടന്നത്. നിരവധി മത്സരാർത്ഥികളാണ് ബ്ലോക്ക് കലോത്സവത്തിൽ പങ്കാളികളായത്. ഫാത്തിമ, നിദാ ഷെരീൻ, റിയ അടക്കമുള്ള 4 വിദ്യാർത്ഥികൾ നമുക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മരണമടഞ്ഞത്. മരണമടയാനുള്ള കാരണങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ നിമിഷങ്ങൾക്കകം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. തൻ്റെ മുന്നിലെ തൻ്റെ കയ്യിലുള്ള സെൽഫോണാണ് ഈ ലോകത്തിൻ്റെ എല്ലാമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അതിൽ വരുന്ന സത്യങ്ങളെയും അസത്യങ്ങളെയും വെറും സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ റീലുകളിലൂടെ മാത്രം റിയാലിറ്റിയെ കുറിച്ച് ബോധവാന്മാരാവുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് നിലനിൽക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നാം എങ്ങനെ ഈ സമൂഹത്തിൽ സുരക്ഷിതമായി ജീവിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും ബ്ലോക്ക് കേരളോത്സവത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 8-ന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഫുട്ബോൾ മത്സരം നടക്കും. 10 മണിക്ക് മുതുവല പഞ്ചായത്ത് ഹാളിൽ ചെസ് മത്സരവും ഉണ്ടായിരിക്കും. 17-ന് വൈകിട്ട് 4-ന് വടംവലി മത്സരം തിരുവേഗപ്പുറ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടക്കും. 18-ന് രാവിലെ 10-ന് കബഡി മത്സരം കുൽക്കല്ലൂർ മുളയങ്കാവ് സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് നടക്കുക. 19-ന് രാവിലെ 8 മണിക്ക് കളറിപ്പയറ്റ് മത്സരവും നടക്കും. വെളിയൂരിലാണ് കളറിപ്പയറ്റ് മത്സരം നടക്കുക. 20-ന് കൊപ്പം വിയറ്റ്നാം പടിയിൽ നീന്തൽ മത്സരവും 21-ന് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അത്ലറ്റിക്സ് മത്സരങ്ങളും നടക്കും. പ്രവാസി കോൺഗ്രസ് മുതുമല മണ്ഡലം പ്രസിഡന്റായിരുന്ന പാലക്കപ്പറമ്പിൽ മണികണ്ഠനെ അനുസ്മരിച്ചു. മുതുമല കൊഴിക്കാട്ടിരിയിൽ നടന്ന സമ്മേളനം മുൻ MLA CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു.
മുതുതല പ്രവാസി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന പാലക്കപ്പറമ്പിൽ മണികണ്ഠന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കോഴിക്കോട്ടിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. മുൻ MLA CP മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരിലെ ഏറ്റവും പ്രിയങ്കരനായ ഒരാളാണ്. ഞാനത് പറയുമ്പോൾ ബാക്കിയുള്ളവരാരും പ്രിയങ്കരന്മാരല്ല എന്ന് ആരും വ്യാഖ്യാനിക്കണ്ട. ദീർഘകാലത്തെ ബന്ധം അദ്ദേഹവുമായിട്ടുണ്ട്. കോഴിക്കോട്ടെ അടക്കമുള്ള ഈ പട്ടാമ്പി ഒരു കാലത്ത് മുരുക്ക് പൂത്തതുപോലെ ചുവപ്പാർന്ന പ്രദേശമായിരുന്നു. CPM-ന്റെ കോട്ടയായിരുന്നു. ഇവിടുത്തെ പഞ്ചായത്തും ബാങ്കും ഒക്കെ ഭരിക്കുന്നത് CPM ആണ്. അങ്ങനെയുള്ള മുതുതലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തുന്നതിന് നേതൃത്വം കൊടുത്ത ഒരുപാട് പേരുണ്ട്. പ്രവാസി കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് UK യാഹു, പ്രവാസി കോൺഗ്രസ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MC മജീദ്, ET ഉമ്മർ, M രാധാകൃഷ്ണൻ, മുഹമ്മദ് അലി, മാനു വട്ടോളി തുടങ്ങിയവരും പങ്കെടുത്തു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന R ചന്ദ്രന് പരുതൂരിൽ സ്വീകരണം നൽകി. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം നൽകിയത്. പരുതൂരിലെ പ്രതിഭകൾക്ക് അനുമോദനവും നൽകി. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്റർ നേതൃത്വത്തിലാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന R ചന്ദ്രന് സ്വീകരണം നൽകിയത്. ഇതോടൊപ്പം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പരുതൂരിലെ അഭിമാന താരങ്ങൾക്ക് അനുമോദനവും ഒരുക്കി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിശിഷ്ട വ്യക്തികളെ ചടങ്ങിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. തുടർന്ന് നടന്ന അനുമോദന യോഗം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ സ്വന്തം നാട്ടിൽ ഒരു വായനശാലയുടെ മുറ്റത്ത് ഒരു സ്വീകരണം കിട്ടിയ ഏക ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ടീച്ചറായിരിക്കും. അത് ബീന ടീച്ചർ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ്. അപ്പൊ പരുതൂരിനെ സംബന്ധിച്ച്, നമ്മുടെ നാടിനെ സംബന്ധിച്ചൊക്കെ വലിയ അഭിമാനമാണ്. ആ നേട്ടത്തിൽ, അതിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇനിയും വലിയ നേട്ടങ്ങൾ നാടകരംഗത്തും സിനിമയിലും കൈവരിക്കാൻ ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രശസ്ത നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ, ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ ആർക്കും എളുപ്പത്തിൽ നാടകത്തിൽ അഭിനയിക്കാൻ കഴിയുകയില്ലെന്ന് VK ശ്രീരാമൻ സൂചിപ്പിച്ചു. അപ്പോൾ ഈ സിനിമയിൽ ആർക്കും അഭിനയിക്കാം, അതുപോലെയല്ല നാടകത്തിൽ അഭിനയിക്കാം. നാടകത്തിൽ അഭിനയിക്കണമെങ്കിൽ അതിന് പരിശീലനം വേണം. അതിലും കൂടുതൽ പരിശീലനം വേണം കഥകളി മുതലായിട്ടുള്ള അഭിനയക്കാർക്ക്. അവർക്ക് അതിൽ അഭിനയിക്കണമെങ്കിൽ വർഷങ്ങളുടെ പരിശീലനം വേണം. അപ്പൊ MTയുടെ അവാർഡിന്റെ പിന്നിൽ കൊടിക്കുന്നിൽ ഭഗവതി ഉണ്ട് എന്നുള്ളതാണ് MT പരോക്ഷമായിട്ട് സമ്മതിക്കുന്ന ഒരു കാര്യം. കാരണം ഇപ്പോഴും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. മച്ചിനകത്ത ഭഗവതി, കൊടിക്കുന്നിൽ ഭഗവതി. അപ്പൊ ആ കൊടിക്കുന്നില് നിന്ന് ഒരു ബീന ടീച്ചർക്ക് അവാർഡ് കിട്ടാൻ എന്തുകൊണ്ട് ഇത്ര വൈകി? കാരണം അത്രയും പെർഫോമൻസ് അവരുടെ നാടകം കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർഫോമൻസ് ഒന്നും അറിയാം. അത്ര മാത്രം സാധാരണ നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും സിനിമയിൽ ശോഭിച്ചോളുന്നില്ല. അതുപോലെ കഥകളി, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എത്രയോ വർഷങ്ങൾ വേണം ഒരു കഥകളി നടനായിട്ട്. ആ കഥകളി നടനെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ വന്നാൽ ശോഭിച്ചോളുന്നില്ല. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗം P ശ്രീനിവാസൻ, PK ചെല്ലുക്കുട്ടി, KC അലി ഇക്ബാൽ, T സുധാകരൻ, വായനശാല
സെക്രട്ടറി പി സുധീർ, അനിൽ, ഹരിദാസ്, MP ശശി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് M മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. പരുതൂരിലെ അഭിമാന താരങ്ങളായ രുദ്ര ബിബിൻ, PT അലീന, ഫിദ ഫർഹ, ഋതു കൃഷ്ണ എന്നിവർക്കും കേരളോത്സവം പഞ്ചായത്ത് തലത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ക്ലാസിക് നാടോറമ്പ്, ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ പരുതൂർ ലൈബ്രറി യുവജനവേദി ടീം എന്നിവർക്കുമാണ് അനുമോദനം നൽകിയത്. മുഖം മാസിക തയ്യാറാക്കിയ ബീന ആർ ചന്ദ്രന്റെ സ്പെഷ്യൽ എഡിഷന്റെ പ്രകാശനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. തുടർന്ന് ബീന ആർ ചന്ദ്രന്റെ ഏകപാത്ര നാടകാവതരണവും ഉണ്ടായിരുന്നു. വേദിയിൽ നിൽക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. വിഷമെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ അവാർഡ് കിട്ടിയ എൻ്റെ ഗുരുക്കന്മാരോട് ഇരിക്കുന്നുണ്ട്, എൻ്റെ പ്രിയ സുഹൃത്ത് അനിത ടീച്ചർ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഇരിക്കുന്ന ഈ ഒരു സാന്നിധ്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് അവാർഡ് എൻ്റെ ഈ ഒരു സ്വീകരണം ഏറ്റുവാങ്ങുകയാണ്. ചിലപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനം ആദ്യം നടന്നതുകൊണ്ടായിരിക്കാം വരും കാലങ്ങളിൽ അതും സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോൾ ഈ നാട് വളർത്തിയ ഒരു കുട്ടിയാണ് ഞാൻ. ഈ ലൈബ്രറി, ഈ പരുതൂർ ഗ്രാമം വളർത്തിക്കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് ഞാൻ. എൻ്റെ നാട് തരുന്ന അനുമോദനം, അതിൻ്റെ ഒരുപാട് സന്തോഷം. പിണറായി സർക്കാരിന്റെ അഴിമതിയുടെയും ദുർഭരണത്തിന്റെയും ദുരിതം ജനങ്ങളാണ് സഹിക്കേണ്ടി വരുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച KSEB ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K വിനോദ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PV മുഹമ്മദ് അലി, INTUC സംസ്ഥാന സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബ മാളിയക്കൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P റഷീദ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ നാട്ടിലെ സാധാരണക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള ജനകീയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. കേരളത്തിലെ 282 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും ഇതുപോലെയുള്ള പ്രതിഷേധ പരിപാടികൾ ഇത് സംസ്ഥാന വ്യാപകമായി നമ്മൾ സംഘടിപ്പിക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മാതൃകാപരമായ പ്രവർത്തനം നമ്മൾ കാഴ്ചവെച്ചു. ചരിത്രത്തിൽ ആദ്യമായി വൈദ്യുതി ചാർജ് കുറച്ച ഒരു സർക്കാർ, അത് ഏത് എന്ന് ചോദിച്ചാൽ അന്നും ഇന്നും ഈ നാടിന് മുമ്പിൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്നാണ് ആ ഉത്തരം. നമുക്ക് ഓർമ്മയുണ്ട്, 20 പൈസ ഒരു യൂണിറ്റിന് അന്ന് നമ്മൾ കുറയ്ക്കുകയായിരുന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന CPM വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനത്തിന് തളി ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ A പത്മനാഭൻ നഗറിൽ തുടക്കമായി. മുതിർന്ന നേതാവ് KP രാധാകൃഷ്ണൻ പതാക ഉയർത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. M സുലൈമാൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ KR ഗിരീഷ് രക്തസാക്ഷി പ്രമേയവും KS ദിലീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി കൺവീനർ P ശങ്കരൻകുട്ടി സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഡേവിസ് മാസ്റ്റർ, സേവ്യർ ചിറ്റിലപ്പള്ളി, PK ചന്ദ്രശേഖരൻ, KV നഫീസ എന്നിവർ സംസാരിച്ചു. KP രാധാകൃഷ്ണൻ, M സുലൈമാൻ, UR പ്രദീപ്, P നിർമ്മലാദേവി എന്നിവർ പ്രമേയം, KM അഷ്റഫ്, V രഘു, TR സതീഷ്, സീമ ബാബു എന്നിവർ മിനിറ്റ്സ്, KK ബാബു, PK ഉണ്ണികൃഷ്ണൻ, വിപിൻ ദാസ്, MA നസീബ എന്നിവർ ക്രിഡൻഷ്യൽ എന്നീ കമ്മിറ്റി അംഗങ്ങളായി. ഷെയ്ഖ് അബ്ദുൽ ഖാദർ, MH അബ്ദുൽ സലാം, PV ദേവി, PM നിഖിൽ എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, സമ്മേളന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റുകൾ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. 91 ശേഷം ഇപ്പോൾ 2024 25 നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 34 വർഷക്കാലം അല്ലെങ്കിൽ 35 വർഷക്കാലം എന്ന് പറയാം, ഈ വർഷങ്ങളിലെ നമ്മുടെ അനുഭവം, നാളിതുവരെയുള്ള ഇന്നത്തെ നമ്മുടെ അനുഭവം, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ലോക രാഷ്ട്രീയ രംഗത്ത് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ മുൻകൈ എന്ന ആ യാഥാർത്ഥ്യം അഭിമുഖീകരിക്കപ്പെടുന്നു. CCTV ന്യൂസ് തളി. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.